ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 221 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അനുഗ്രഹവചനങ്ങൾ അഥവാ ബിയാറ്റിറ്റ്യൂഡ്സിന് ശേഷം യേശു പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന പ്രബോധനമാണ്. മത്തായി 5:13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. താൻ ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ വിശ്വാസ സമൂഹത്തെക്കുറിച്ചുള്ള യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ വാക്കുകളിൽ നിറഞ്ഞ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. പ്രപഞ്ചത്തിലെ 2 പ്രധാന പ്രതിഭാസങ്ങളെ ആധാരമാക്കി യേശു തൻ്റെ ആശയം വ്യക്തമാക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി ആരായിരിക്കണം അഥവാ എന്തായിരിക്കണം എന്നതിന് ഇതിനേക്കാൾ കൃത്യമായ ഒരു വിശദീകരണം വേറെ ഇല്ല എന്ന് പറയാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ദൈവജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദാത്തമായ ഈ സ്വപ്നത്തെക്കുറിച്ച് വളരെ ലളിതമായ ചില ചിന്തകളാണ് ഈ എപ്പിസോഡിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയും പോലെ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ എന്ന ബോധത്തോടെയാണ് ഈ പ്രബോധനത്തെ ഞാൻ സമീപിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും മനുഷ്യജീവൻ്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതങ്ങളായ 2 പ്രതിഭാസങ്ങളുമായി ജനത്തെ ഉപമിച്ച് ദൈവം നല്ലതെന്ന് കണ്ട് ആസ്വദിച്ച പ്രപഞ്ചത്തെ ആ നന്മ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ പ്രതിനിധികളായി നിയമിതരായ നമ്മെ കർത്താവ് വെല്ലുവിളിക്കുകയാണ്. 1, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഭൂമിയുടെ ഉപ്പായിരിക്കുക എന്ന വലിയ നിയോഗമാണ് ആദ്യമായി കർത്താവ് തൻ്റെ അനുയായികൾക്ക് നൽകുന്നത്. ഉപ്പിൻ്റെ ഗുണഗണങ്ങൾ അനവധിയാണ് എന്ന് നമുക്കറിയാം. ഉപ്പിന് എന്തൊക്കെ ഗുണഗണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം തൻ്റെ അനുയായികളിൽ ഉണ്ടാവണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. ചില പ്രത്യേകതകൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. 1, ഉപ്പ് വിശുദ്ധിയുടെ അടയാളമാണ്. സോൾട്ട് ഈസ് എ സിംബൽ ഓഫ് പ്യൂരിറ്റി. പുരാതനകാല സംസ്കാരങ്ങളിലെല്ലാം ഏറ്റവും വിലമതിക്കപ്പെട്ടിരുന്ന ഒന്നാണ് ഉപ്പ്. ഉദാഹരണത്തിന് റോമാക്കാർ പറഞ്ഞിരുന്നത്, ഉപ്പിനെ പോലെയും സൂര്യനെ പോലെയും ഉപകാരമുള്ള മറ്റൊന്നും ഭൂമിയിലില്ല എന്നാണ്. ഉപ്പിനെ വിശുദ്ധിയോട് ബന്ധപ്പെടുത്തിയാണ് അവർ ചിന്തിച്ചിരുന്നത്. കൂടാതെ പുരാതന മത സംസ്കാരങ്ങളിലെല്ലാം അർച്ചനയായി ദൈവങ്ങൾക്ക് അർപ്പിച്ചിരുന്നത് ഉപ്പാണ്. വേദപുസ്തകത്തിലും ഉപ്പിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ദൈവത്തിന് പ്രസാദകരമായ സുഗന്ധവർഗം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് യഹോവ മോശയ്ക്ക് നൽകുന്ന നിർദ്ദേശം പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. നറും പശ, ഗുൽഗുലു, ഹൽബാന പശ എന്നീ സുഗന്ധവർഗങ്ങളും നിർമ്മല സാമ്പ്രാണിയും ഒരുപോലെ തൂക്കമെടുത്ത് അതിൽ ഉപ്പ് ചേർത്ത് അതിനെ നിർമ്മലവും വിശുദ്ധവുമാക്കണം എന്നാണ് യഹോവ കൽപ്പിച്ചിരിക്കുന്നത്. പുറപ്പാട് 30, 34, 35 വാക്യങ്ങൾ. ദൈവത്തിന് അർപ്പിക്കുന്ന എല്ലാ വഴിപാടുകളിലും ഉപ്പ് ചേർത്തിരിക്കണമെന്ന് ലേവ്യ പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിനുപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. ലേവ്യ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. ഇസ്രായേൽ ദൈവത്തിന് അർപ്പിക്കുന്ന വസ്തുക്കൾ വിശുദ്ധീകരിക്കുന്നത് ഉപ്പുകൊണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന
ലവണ നിയമം എന്നൊരു നിയമം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ലേവ്യ സംഖ്യ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദർച്ചാർപ്പണങ്ങളെല്ലാം ഞാൻ നിനക്കും നിൻ്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിൻ്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമം, എ കവനൻ്റ് ഓഫ് സോൾട്ട് ആകുന്നു. സംഖ്യ 18-19. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന പ്രബോധനത്തിലൂടെ ദൈവജനം ഉപ്പിനെ പോലെ വിശുദ്ധരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് യേശു വ്യക്തമാക്കുകയാണ് ഇവിടെ. നാം ജീവിക്കുന്ന ലോകം അശുദ്ധിയിൽ ആമഗ്നമായിരിക്കുന്നു എന്നത് ഏറ്റവും സങ്കടകരമായൊരു വസ്തുതയാണല്ലോ. അശുദ്ധിയും അധാർമികതയുമാണ് എവിടെയും. വിശുദ്ധിയുടെയും ധാർമ്മികതയുടെയും അതിർവരമ്പുകൾ സൗകര്യപൂർവ്വം പുനർനിർണയം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആധുനികതയുടെ അതിപ്രസരത്തിൽ മതജീവിത അനുഷ്ഠാനങ്ങളിൽ പോലും വിശുദ്ധിയുടെ വ്യാഖ്യാനങ്ങളെ വക്രീകരിച്ച് വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നു. ശൂന്യമാക്കുന്ന മ്ലേച്ഛത അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണും എന്ന പ്രവാചക മൊഴി ഇത്തരണത്തിൽ ഓർത്തു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിൽ വിശുദ്ധിയുടെ മാതൃകകളായി ജീവിക്കുകയാണ് നമ്മുടെ ദൈവനിയോഗം. യാക്കോബ് ശ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തി ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതാകുന്നു എന്ന് യാക്കോബ് 1:27. എന്നാൽ എവിടെ നോക്കിയാലും വിശുദ്ധിയുടെ പൊയ്മുഖങ്ങളാണ് കാണുന്നത് എന്നതാണ് നിരാശാജനകമായ ഒരു വസ്തുത. എങ്കിലും കത്തോലിക്ക സഭ ഈ അടുത്ത സമയത്ത് വിശുദ്ധനായി പ്രഖ്യാപിച്ച കാർലോസ് അക്യുത്തിസിനെ കുറിച്ച് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ആസ്യയിലെ സഭകളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് യോഹന്നാന് നൽകിയ വെളിപ്പാടുകളാണ്. ഒന്നിനു പിറകെ ഒന്നായി സഭകളെക്കുറിച്ച് നിരാശാജനകമായ റിപ്പോർട്ട് നൽകുന്ന കൂട്ടത്തിൽ സർദീസിലെ സഭയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഞാൻ സൂചിപ്പിച്ചത്. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. വെളിപ്പാട് 3-4-5 വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ പ്രബോധനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഭൂമിയുടെ ഉപ്പായി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2, ഉപ്പ് രുചി വരുത്തുന്നതാണ്. സോൾട്ട് ഈസ് എ ടേസ്റ്റ് മേക്കർ. ഏത് ആഹാര പദാർത്ഥത്തെയും രുചികരമാക്കുന്നത് ഉപ്പാണ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചി നിർണ്ണയിക്കുന്നതിൽ ഉപ്പ് എന്ന ഘടകത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ് നമുക്കറിയാം. കർത്താവ് ഇത് പറയുന്നതിലൂടെ ഒരു ദൈവ പൈതൽ സമൂഹത്തിന് രുചി പകരുന്നവനാകണം എന്ന വലിയ നിയോഗമാണ് നൽകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് നാം ആയിരിക്കുന്ന സമൂഹം വെറുപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് എന്ന് പറയേണ്ടി വരും. കാരണം രാജ്യങ്ങൾ തമ്മിലും സംസ്കാരങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും കുടുംബത്തിനുള്ളിൽ വ്യക്തികൾ തമ്മിലും വെറുപ്പ് വർദ്ധിക്കുകയാണ്. കർത്താവിൻ്റെ വാക്കുകൾക്ക് പ്രസക്തി ഏറെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ആക്കുന്ന രംഗങ്ങളിൽ രുചി പകരുന്നവരാണോ നാം എന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പ്രവൃത്തികൾ രുചി പകരുന്നതാണോ വെറുപ്പുണ്ടാക്കുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതുമ്പോൾ നൽകുന്ന ഉപദേശം ഒരു പടി കൂടെ കടന്നുള്ളതാണ്. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൊലോസ്യർ 4:6. നമ്മുടെ സാന്നിധ്യവും പ്രവൃത്തികളും മാത്രമല്ല, നമ്മുടെ വാക്കുകളും ഉപ്പിനാൽ രുചി വരുത്തിയത് ആയിരിക്കട്ടെ. 3, ഉപ്പ് കേടുവരാതെ സൂക്ഷിക്കുന്ന വസ്തുവാണ്. സോൾട്ട് ഈസ് എ പ്രിസർവേറ്റീവ്.
ഉപ്പിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ പ്രത്യേകത അത് വസ്തുക്കൾ കേടാകാതെ സൂക്ഷിക്കുന്നു എന്നതാണ്. ചിരപുരാതന കാലം മുതൽ ഇന്ന് വരെ ഉപ്പിനെ ഒരു പ്രിസർവേറ്റീവായി ഉപയോഗിക്കുന്നുണ്ട്. എലീശാ പ്രവാചകന്റെ കാലത്ത് നടന്ന ഒരു സംഭവം രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഉദ്ധരിക്കുന്നത് അന്വർത്ഥമാണെന്ന് കരുതുന്നു. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം എരിഹോ പട്ടണത്തിലെ ആളുകൾ എലീശായെ സമീപിച്ച് പറയുന്നു, ഈ പട്ടണത്തിലെ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാകുന്നു. അതിനവൻ ഒരു തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീറോവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഉപ്പ് ഒരു പദാർത്ഥത്തിന് രുചി വരുത്തുന്നതും കേടുകൂടാതെ സൂക്ഷിക്കുന്നതും അത് ആ പദാർത്ഥത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതിലൂടെയാണ്. ഒരു ദൈവ പൈതൽ സമൂഹത്തിൻ്റെ ജീർണാവസ്ഥകളെ തിരിച്ചറിഞ്ഞ് അവിടെ ഒരു പ്രിസർവേറ്റീവായി അഥവാ ഒരു ആൻറ്റിബയോട്ടിക്കായി പ്രവർത്തിക്കേണ്ടവരാണ്. ആധുനിക സമൂഹം എല്ലാ അർത്ഥത്തിലും ജീർണാവസ്ഥയിലാണ് എന്നതാണ് പരമാർത്ഥം. അതിവേഗം പ്രതിവിധികൾ സ്വീകരിച്ചില്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലമെന്ന് പറയേണ്ടതില്ലല്ലോ. ഉപ്പിന് അതിൻ്റെ സ്വാഭാവിക ഉപ്പ് രസം ഇല്ലാതെ വന്നാൽ പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല എന്ന മുന്നറിയിപ്പ് നൽകിയാണ് കർത്താവ് 1-ാമത്തെ ഉപദേശം അവസാനിപ്പിക്കുന്നത്. ലൂക്കോസ് പറയുന്നത് നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല എന്നാണ്. യൂസ്ലെസ്നെസ് ഇൻവൈറ്റ്സ് ഡിസാസ്റ്റർ എന്നത് സാധാരണ തത്വമാണല്ലോ. 2-ാമത്തെ ഉപദേശം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നതാണ്. കർത്താവ് പറയുന്നു തൻ്റെ അനുയായികൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണമെന്ന്. പ്രപഞ്ചോൽപ്പത്തിയിൽ മുഴങ്ങിക്കേട്ട സർവശക്തൻ്റെ ആദ്യ വചനം വെളിച്ചമുണ്ടാകട്ടെ എന്നാണ്. ഉൽപ്പത്തി 1:3. വെളിച്ചമുണ്ടായി, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടുവെന്നും ക്രമരഹിതമായിരുന്ന പ്രപഞ്ചത്തിൻ്റെ ക്രമവൽക്കരണത്തിൻ്റെ ആദ്യപടി ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിക്കുകയായിരുന്നുവെന്നും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പ്രഖ്യാപിച്ചതിലൂടെ കർത്താവ് എന്തായിരിക്കാം ഉദ്ദേശിച്ചത്? ഉത്തരം കണ്ടെത്താൻ നമ്മൾ പ്രാപ്തരല്ലെങ്കിലും വെളിച്ചത്തിൻ്റെ ചില പ്രത്യേകതകൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദൈവം തന്നെ അനുയായികൾക്ക് നൽകിയ സവിശേഷമായൊരു നിയോഗമാണ് ലോകത്തിൻ്റെ വെളിച്ചമാവുക എന്നത്. കാരണം പഴയ നിയമം പറയുന്നു ദൈവം വെളിച്ചമാണ് എന്ന്, സങ്കീർത്തനം 27:1. പുതിയ നിയമം പറയുന്നു യേശു കർത്താവ് വെളിച്ചമാകുന്നു എന്ന്, യോഹന്നാൻ 8:12. നാം ഇപ്പോൾ ധ്യാനിക്കുന്ന പ്രബോധനത്തിലൂടെ യേശു നമ്മോട് പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. അതായത് ദൈവം എന്താണോ, യേശു കർത്താവ് എന്താണോ അതായി തീരുക എന്ന ഉദാത്തമായൊരു നിയോഗമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നർത്ഥം. വെളിച്ചത്തെക്കുറിച്ച് ഏതാണ്ട് 350-ലധികം തവണ വേദപുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. അവയിൽ നിന്നും ചില വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചോൽപ്പത്തിയിൽ മുഴങ്ങിക്കേട്ട സർവശക്തൻ്റെ ആദ്യ വചനം വെളിച്ചമുണ്ടാകട്ടെ എന്നാണ്. യേശുവിൻ്റെ ജഡാവതാരത്തെക്കുറിച്ച് പ്രവാചകൻ എഴുതിയിരിക്കുന്നത് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു എന്നാണ്. യെശയ്യാവ് 9:2. യേശുവിൻ്റെ തിരുവവതാരത്തെ ഭൂമിയിൽ ആദ്യമായി ആട്ടിടയരോട് അറിയിക്കുന്ന സംഭവത്തെ ലൂക്കോസ് വിവരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി എന്നാണ്. ലൂക്കോസ് 2:9. ആ വലിയ ഉദാത്തമായ വെളിച്ചമായിരിക്കാനാണ് കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതെങ്ങനെയൊക്കെയാണ് സാധിക്കുക? വീണ്ടും നമുക്ക് വേദപുസ്തകത്തിലേക്ക് നോക്കാം. മിസ്രയീം അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കളുടെ വിടുതലിനായി
ദൈവം മിസ്രയീമിൽ വരുത്തിയ ബാധകളെപ്പറ്റി വിവരിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന അതിമനോഹരമായൊരു പ്രയോഗമുണ്ട്. 9ാമത്തെ ബാധയായ കൂരിരുട്ടിനെക്കുറിച്ച് വിവരിക്കുന്നത് ശ്രദ്ധിക്കുക. മോശെ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി, മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. ഇനി ശ്രദ്ധിക്കുക. എന്നാൽ ഇസ്രായേൽ മക്കൾക്കെല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. പുറപ്പാട് 10:23. അതിമനോഹരമായ ഈ വാചകത്തെ നമ്മുടെ ധ്യാന വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാച്യ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ, ലോകം മുഴുവൻ അന്ധകാരം നിറഞ്ഞു നിന്നാലും ഒരു ദൈവ പൈതലിലും അവരുടെ ഭവനത്തിലും ദൈവിക വെളിച്ചം നിറഞ്ഞൊഴുകണം എന്നാണ് ദൈവഹിതം. ഇയ്യോബ് തൻ്റെ സങ്കടങ്ങളുടെ ആധിക്യത്തിൽ നിലവിളിക്കുമ്പോൾ ദൈവം തന്നെ മുൻകാലത്ത് നടത്തിയ വിധങ്ങളെക്കുറിച്ച് വിളിച്ചു പറയുന്നൊരു വാക്യമുണ്ട്. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവൻ്റെ പ്രകാശത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. ഇയ്യോബ് 29:2-3 വാക്യങ്ങൾ. 4-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ എന്നാണ്. ദൈവത്തെ മറന്ന് അബദ്ധസഞ്ചാരം ചെയ്തിരുന്ന ഇസ്രായേൽ മക്കളെ യെശയ്യാവ് ഗുണദോഷിക്കുന്നത്, യാക്കോബ് ഗൃഹമേ വരുവിൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം എന്നാണ്. യെശയ്യാവ് 2:5. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ മക്കളോട് യെശയ്യാവ് പറയുന്നു, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും എന്ന് യെശയ്യാവ് 60, 19, 20 വാക്യങ്ങൾ. യേശു താൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയുന്നൊരു വാചകം യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. യോഹന്നാൻ 8:12. എങ്ങനെ ഒരു ദൈവ പൈതലിന് ലോകത്തിൻ്റെ വെളിച്ചമാകാമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം എന്നിങ്ങനെയാണ്. 13-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവിനെന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിൻ്റെ പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. എഫേസ്യർ 5, 8, 9 വാക്യങ്ങൾ. തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. 1 തെസ്സലോനിക്കർ 5:5. വെളിച്ചത്തിൻ്റെ തനതായ ഉപയോഗക്ഷമത വെളിവാക്കുന്ന വിശദീകരണത്തോടെയാണ് യേശു തൻ്റെ 2ാമത്തെ ഉപദേശം ഉപസംഹരിക്കുന്നത്. അതിങ്ങനെയാണ്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ലൂക്കോസ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതെങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന വിധത്തിലാണ്. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വയ്ക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നത്. ലൂക്കോസ് തുടരുകയാണ്,
ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതെങ്കിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശമൊട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. ലൂക്കോസ് 11:33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. 1 പത്രോസ് 2:9. യേശു കർത്താവിൻ്റെ ലോകത്തെ മുഴുവൻ സുന്ദരമാക്കാൻ ആഗ്രഹിച്ചുള്ള ഈ പ്രബോധനവും അതിന് തൻ്റെ അപ്പോസ്തലന്മാർ നൽകുന്ന വ്യാഖ്യാനങ്ങളും സ്വാംശീകരിച്ചാൽ അതിനെ 3 ഇംഗ്ലീഷ് വാക്കുകളിൽ വരച്ചിടാം: റിസീവ്, റേഡിയേറ്റ് ആൻഡ് റീപ്രൊഡ്യൂസ്. അതായത് റിസീവ് ദ ലൈറ്റ് ഫ്രം ഇറ്റ്സ് സോഴ്സ്, റേഡിയേറ്റ് ദ സെയിം സോ ദാറ്റ് അതേഴ്സ് ക്യാൻ സീ ദ ലൈറ്റ്, ആൻഡ് റീപ്രൊഡ്യൂസ് ദ ലൈറ്റ് ഇൻ ദ ലൈഫ് ഓഫ് അതേഴ്സ്. പ്രകാശത്തിൻ്റെ ഉടയവനിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് കാണത്തക്ക വിധം പ്രസരിപ്പിക്കുകയും മറ്റുള്ളവരെയും വെളിച്ചത്തിലുള്ളവരാക്കാൻ അവരിലേക്ക് അത് സന്നിവേശിപ്പിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ നിയോഗം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. ദൈവ നിയോഗം സ്വീകരിച്ച് ഭൂമിയുടെ ഉപ്പായും ഈ ഭൂമിയിൽ ജ്യോതിസുകളെ പോലെ പ്രകാശമായും ശോഭിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. പി തോമസ് അച്ഛൻ.